ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ FIUGP സെക്കൻഡ് സെം BCom ഓണേഴ്സിൻ്റെ ആക്രി ഷർത്ത് എന്ന പാഠമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സമ്മറിയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ലേഖികയെ പരിചയപ്പെടാം. ലേഖിക മാലതി ജോഷിജിയാണ്. അവർ ജനിച്ചിരിക്കുന്നത് 4 ജൂൺ 1934 അവരുടെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് ആക്രി ഷർത്ത്, സംസ്കാർ, ദിൽ കി അദാലത്ത്, പ്രേം പാത്ര, റേത് കാ മെഹൽ. അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലതാണ് പത്മശ്രീ, ഹിന്ദി സേവി സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രീയ സമ്മാൻ, ഓജസ്വിനി സമ്മാൻ എന്നിവയൊക്കെ. അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് 15 മെയ് 2024 നമുക്ക് സമ്മറിയിലേക്ക് കിടക്കാം. ആക്രി ഷർത്ത് മാലതി ജോഷി ദ്വാര ലിഖി ഗയി एक संवेदनशील और भावनात्मक कहानी है. ഒരു വൈകാരികമായിട്ടുള്ള ഒരു കഥയാണത് മാലതി ജോഷിജി എഴുതിയത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. ഉൻകി കഹാനിയോ കാ संसार भारतीय परिवारों का जीवन परिवेश है और उनकी कहानियाँ समकालीन समस्याओं को रूप പേഷ് കർത്തി. അതായത് ഇന്നത്തെ കാലത്തെ പല പ്രോബ്ലംസും അവരുടെ കഥകളിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും അവരുടെ കഥകളിൽ പരാമർശം ഉണ്ടാവാറുണ്ട്. പാരിവാരിക് സമസ്യക്കോ और सामाजिक मान्यताओं को इस कहानी में दर्शाया गया है. അപ്പം ഈ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക വിശ്വാസങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ കഹാനിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. പരിവാർ में 2 बहनों को दिखाया गया है जिसमें दीदी के बेटी मधु की शादी जल्दी ही हो रही है. അപ്പോൾ 2 ചേച്ചി അനിയത്തിമാരെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ മൂത്ത ചേച്ചിയുടെ മകൾ മധുവിൻ്റെ കല്യാണമാണ് കാണിച്ചിരിക്കുന്നത്. അത് അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. दीदी शादी के लिए बहुत ही उत्साहित थी जबकि छोटी बहन कुसुम मधु के बारे में सोचकर चिंतित थी. അപ്പം ചേച്ചി വളരെ ആവേശത്തിലായിരുന്നു ഈ ഒരു കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ മധുവിനെ കുറിച്ചിട്ടാണ് അനിയത്തിയായ കുസും ആ സമയത്ത് ആലോചിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധു വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത് അറിയുന്നത് കൊണ്ടാണ് മധുവിനെ കുറിച്ചിട്ട് കുസും ആ സമയത്ത് ചിന്തിക്കുന്നത്. മധു കെ ढेर सारे सपने थे. वह IAS की परीक्षा देने वाली थी लेकिन इस विवाह के कारण सब रुक गया था. അതായത് മധു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അവൾ IAS എക്സാം പ്രിലിംസ് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിവാഹം കാരണം അതെല്ലാം നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ എല്ലാ ഡ്രീംസും അവളുടെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. छोटी बहन जब मधु से मिलने गई तो वह अपनी पढ़ाई के सपनों के साथ संघर्ष करते दिखाई पड़ी. അപ്പം ഈ കല്യാണത്തിനെക്കുറിച്ച് അറിയുന്ന സമയത്ത് തന്നെ അവളുടെ ചെറിയമ്മയായ കുസും അവളെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മധു സ്വപ്നങ്ങൾ എല്ലാം തകർന്നു പോയി ആ ഒരു അവസ്ഥയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ. दीदी लेकिन उसके संघर्ष को अनदेखा कर देती है और कहती है कि सारी लड़कियां अपनी शादी की बात सुनकर ऐसी ही चिंतित रहती हैं. അപ്പം ദീദി അതായത് മധുവിൻ്റെ അമ്മ പക്ഷേ അവൾ ഇങ്ങനെ എന്താണ് ചിന്തിക്കേണ്ടത്, വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കണോ പഠിത്തത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് മധുവിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുകയാണ് മധു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അവളുടെ അമ്മ പെട്ടെന്ന് മറക്കുകയും ആ ഒരു കാര്യത്തിനെ അമ്മ പറയുന്നത് എല്ലാ പെൺകുട്ടികളും അവരുടെ വിവാഹത്തെക്കുറിച്ച് കേട്ടാൽ ഇങ്ങനെ തന്നെ വിഷമിച്ചിരിക്കും എന്നൊക്കെയാണ് ദീദിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, ഒരു അഭിപ്രായം വരുന്നത് അങ്ങനെയാണ്. छोटी बहन को पता था कि मधु अपनी पढ़ाई और करियर को लेकर बहुत गंभीर थी. इस वजह से वह दीदी के इस व्यवहार को अन्याय मानती है. അനിയത്തിക്ക് അറിയാമായിരുന്നു മധുവിൻ്റെ കരിയറിനെ കുറിച്ചിട്ടും മധു ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ടെല്ലാം അനിയത്തി നല്ല ബോധവതിയായിരുന്നു. അത് കാരണം കൊണ്ട് അവൾക്ക് പഠിക്കണം, അവൾക്ക് ജോലി നേടണം എന്നൊക്കെ മധുവിന് ഭയങ്കര ആഗ്രഹമാണെന്ന് കുസുമിനെ അറിയാമായിരുന്നു. പക്ഷേ ആ കാരണം കൊണ്ട് തന്നെ അനുജത്തി സ്വയം ചേച്ചിയെ മകൾക്ക് പഠിക്കാനൊരു അവസരം കൊടുക്കുന്നില്ല എന്ന് കണ്ടിട്ട് ചേച്ചി ഇത് അന്യായമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ സമയത്ത്. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. जैसे तैसे दीदी को खुश करने के लिए दामाद के बारे में पूछते ही दीदी को दामाद के बारे में प्रशंसा करते हुए शब्द नहीं मिल रहे थे और छोटी बहन के मन में तब भी मधु के बारे में ही विचार थे. അപ്പോൾ എന്തായാലും അവിടെ ദീദിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് മധുവിൻ്റെ ഈ ഒരു പെരുമാറ്റമെല്ലാം കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പക്ഷേ ദീദിക്ക് ദേഷ്യം വരികയാണ്. കാരണം അവളെ സപ്പോർട്ട് ചെയ്യാതെ വിവാഹത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം, അതാണ് ദീദിയുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം ദീദിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ദീദിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മരുമകനെ കുറിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് ദീദിക്ക് മരുമകനെ പുകഴ്ത്താൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് ഈ ഒരു വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ അനുജത്തി ആ സമയത്ത് പോലും, അതായത് അവളുടെ ചെറിയമ്മയായിട്ടുള്ള കുസും ആ സമയത്ത് പോലും മധുവിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഓക്കെ. घर पहुंचकर कुसुम को पता चलता है कि उसकी बेटी शीतल को भरतनाट्यम का स्कॉलरशिप मिल गया है और अब वह 3 वर्ष मद्रास में बिताएगी. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുസും മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം മകൾ ഷീതലിന് ഭരതനാട്യം സ്കോളർഷിപ്പ് കിട്ടി എന്നതും അവൾ ഇനി 3 വർഷം മദ്രാസിലാണ് താമസിക്കാൻ പോകുന്നത് എന്നെല്ലാം. പക്ഷേ ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് കുസും ചെയ്യുന്നത്. ലേക്കിൻ കുസും ഇസെ സ്വീകാർ നഹി കർത്തി और उससे पूछती है कि उसकी पढ़ाई का क्या होगा. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പഠിത്തം ഇനി പകുതി വഴിയിലോ
നിൽക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ശീതലിനോട്. ഓക്കെ, വഹ അപ്നെ പതി കാ ഭി ഇസ്മേ വിരോധ് കർത്തി ഹെ. അതായത് ഭർത്താവ് ശീതലിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഭർത്താവിനെ പോലും എതിർക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ കുസും ചെയ്യുന്നത്. ഓക്കെ, खुद को प्रगतिशील मानने वाली कुसुम अपनी बेटी शीतल के साथ वही अन्याय करती है जो उसकी दीदी ने मधु के साथ किया था, क्योंकि वह शीतल को डॉक्टर बनाना चाहती थी लेकिन बेटी को नृत्य पसंद था. അപ്പം വളരെ പ്രോഗ്രസീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ട്, പുരോഗമനവാദിയാണ് കുസും എന്നാണ് സ്വയം വിചാരിക്കുന്നത്. പക്ഷേ കുസും അതേ തെറ്റാണ് ശീതലിനോട് ആവർത്തിക്കുന്നത്. മധുവിനോട് അവളുടെ അമ്മ ചെയ്ത അതേ തെറ്റാണ് ശീതലിനോട് അമ്മയായിട്ടുള്ള കുസും ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കുസും വിചാരിച്ചിരുന്നത് മകളെ ഒരു ഡോക്ടറാക്കാം എന്നാണ്. പക്ഷേ മകൾക്കാണെങ്കിലോ നൃത്തം, ഡാൻസാണ് ഇഷ്ടം, ഡാൻസിലാണ് അഭിരുചിയുള്ളത് എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. नृत्य कला में स्कॉलरशिप मिलने के बाद कोई आधुनिक कहलाने वाला लड़का शादी के लिए तैयार नहीं होगा, ऐसा कुसुम मानती है. അപ്പം ഈ ഒരു രീതിയിൽ നൃത്തകലയിൽ, അതായത് ഡാൻസിൽ സ്കോളർഷിപ്പ് നേടി അതെല്ലാം പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഒരു ആധുനിക മോഡേൺ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയും ഇവളെ വിവാഹം ചെയ്യാൻ തയ്യാറാവില്ല എന്നാണ് കുസും വിശ്വസിച്ചിരുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. कहानी में लेखिका ने गंभीर रूप से लड़कियों की शिक्षा, करियर और शादी के बीच की लड़ाई को दर्शाया है. അപ്പോൾ ഈ ഒരു കഥയിലൂടെ ലേഖിക നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ, വിവാഹം, ഈ വിധത്തിലൂടെ തന്നെ അവർ എപ്പോഴും ഇതിനോട് പോരടിച്ചാണ് മുന്നോട്ട് പോകുന്നത് പെൺകുട്ടികൾ എന്ന കാര്യമാണ് ഈ കഥയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹർ കിസി കി ജീവൻ മേ കോയി നാ കോയി ആഖിരി ഷർത്ത് ഹോത്തി ഹെ. ഓരോരുത്തരുടെ ജീവിതത്തിലും ചില വ്യവസ്ഥകൾ ഉണ്ടാവും. അതായത് സമാജ് കി സീമ പറഞ്ഞാലാണ് സമൂഹത്തിൽ ഉള്ള പരിധികളുണ്ട്. ആ പരിധികൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ പഠിത്തത്തിനെയൊക്കെ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഖിരി ഷർത്ത് എന്ന കഥയ്ക്ക് ടൈറ്റിൽ കൊടുക്കാൻ കാരണം തന്നെ അതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. 2 കണ്ടീഷൻസാണ് ഉള്ളത്. ഒന്നെങ്കിൽ സമൂഹത്തിൻ്റെ പരിധി, അല്ലെങ്കിലോ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ വഴി, നമുക്ക് പഠിക്കണം, നമ്മൾക്ക് ജോലി നേടണം എന്ന ആ ഒരു വഴി. അപ്പോൾ അതിലെ ലാസ്റ്റായിട്ടുള്ള കണ്ടീഷൻ ഏതാണ്, അതാണ് ഓരോ പെൺകുട്ടികളുടെയും ജീവിതം മാറ്റിമറിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കഥയ്ക്ക് അങ്ങനത്തെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. यहाँ पर समाज की सीमा बाधा बनकर 2 युवा लड़कियों के सपने रूढ़ियों की मजबूरी से शिकार होते दर्शाया गया है. സമൂഹത്തിൻ്റെ പരിധികൾക്ക് ഇരയാകുകയാണ് ഈ 2 പെൺകുട്ടികളുടെയും ജീവിതങ്ങൾ. അവരെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ട് അവർ കല്യാണം എന്ന ഒരു ഇതിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കഹാനിയിലൂടെ ലേഖിക നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. कहानी के द्वारा कहानीकार समाज पर करारा कटाक्ष करते हुए सवाल उठाती है कि ഷാദി കെ ദബാവ് സെ ലഡ്കിയോ കെ സപ്നെ കോ കുചൽന സഹി ഹെ യാ നഹി. വിവാഹം എന്നത് ഒരു സമ്മർദ്ദമായിട്ടുള്ള രീതിയിൽ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ തകർത്തെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തകർത്തെറിയുന്നത് ശരിയാണോ എന്ന് സ്വയം ചിന്തന നടത്താനാണ് ഇതിൽ ലേഖിക നമ്മളോട് പറയുന്നത്. ഓക്കെ, समाज में महिलाएं अधिक शिक्षित होने के पश्चात संभाव्य समस्या से डरकर पुरानी परंपराएं, प्रथाएं, रीति रिवाज से आधुनिक मनुष्य की मनोवृत्ति में कोई बदलाव नहीं आया. അതായത് ഇപ്പം സ്ത്രീകൾ സമൂഹത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല പല കാര്യങ്ങൾ നേടാൻ സാധിക്കും. ആ ഒരു പേടി കാരണം കൊണ്ട് പുതിയതായി കാണപ്പെടുന്ന മനുഷ്യന് പോലും പണ്ടത്തെ ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആഖിരി ഷർത്ത് എന്ന ഒരു കഹാനിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്